ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബ്ലോവറിന്റെ കണ്ടുപിടുത്തത്തിന് ക്രിമേഷൻ ബൈ ബ്ലോവർ ടെക്നിക് എന്ന പാറ്റന്റ് ലഭിച്ചതായി ഐവർമഠം കൃഷ്ണപ്രസാദ് അറിയിച്ചു. ഈ രീതി ഉപയോഗിച്ച് കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശവസംസ്കാരം നടന്നു വരുന്നുണ്ട്. പരിസര മലിനീകരണവും കുറഞ്ഞ സ്ഥലവും ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഇത് ആ കത്തുന്ന ഇങ്ങനെ നമ്മളെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് നമ്മളിതിന് എയർ അടിച്ചു കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഗ്യാസിന്റെ പൈപ്പും വെക്കും. തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസിന്റെ പൈപ്പ് റിമൂവ് ചെയ്യും. എന്നതിന് ശേഷം ഈ ആണി കത്തുന്നത് കൊണ്ട് യാതൊരുവിധ സ്മെല്ലും വരില്ല. അതിന് ഒരു എക്സാമ്പിള്, നമ്മൾ വീട്ടിനകത്ത് ഒരു നിലവിളക്ക് കത്തുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കത്തുമ്പോൾ നമുക്ക് സ്മെല്ല് വരുന്നില്ല. പക്ഷെ അത് പടുതിരി കത്തുമ്പോൾ ആ ഒരു വീട് മുഴുവൻ, പറയാൻ ചെറിയൊരു തിരിയാണെങ്കിലും ആ ഒരു വീട് മുഴുവൻ അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അത് കത്താതിരിക്കുമ്പോൾ അതേമാതിരിയാണ് മൃതശരീരം കത്താതിരിക്കുമ്പോൾ ആ നാട് മുഴുവൻ സ്മെല്ല് വരും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കത്തിക്കാനുള്ള ആ ഒരു ടെക്നിക്കാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ചതിനുള്ള പാറ്റന്റാണ് ഇപ്പോൾ ഞാൻ തന്നത്. അതിന് ക്രിമേഷൻ ബൈ ബ്ലോവർ ടെക്നിക്ക് എന്നാണ് അതിന് പേരുള്ളത്. പിന്നെ നമുക്ക് ഇതിന് കോപ്പി റൈറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബ്ലോവർ ഗ്യാസ് ഉപയോഗിച്ചുള്ള ശവസംസ്കാരത്തിനുള്ള കോപ്പി റൈറ്റും ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്ലോവർ ഗ്യാസ് ഉപയോഗിച്ചുള്ള ശവദാഹം ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാനാകുമെന്നും കേരളത്തിൽ എല്ലായിടത്തും ഈ സേവനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരവധി ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കൃഷ്ണപ്രസാദ് ശവസംസ്കാരത്തിനുള്ള ബ്ലോവറും കുറഞ്ഞ ചെലവിൽ സ്വന്തമായി നിർമ്മിക്കുകയാണ്. പാമ്പാടി ഐവർമഠം സർവീസസിന്റെ പ്രൊപ്പറേറ്ററാണ് PV കൃഷ്ണപ്രസാദ് വാര്യർ. എന്റെ സ്ഥാപനത്തിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ചില സ്റ്റാഫുകൾ തനിയെ വിട്ടുപോയിട്ട് തനിയെ ഐവർമഠം എന്നുള്ള പേരിൽ പല ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ അറിവോ സമ്മതമോ കൂടിയിട്ട് ചെയ്യുന്നതല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ റോൾ ബോൾ അസോസിയേഷൻ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. അണ്ടർ 17 ബോയ്സ് ജൂനിയർ